കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുള്ളത് സുരേഷ് ഗോപിക്ക് തന്നെയാണ്. നനച്ചിരിക്കാതെ ലഭിച്ച അംഗീകാരമായി ജോർജ് കുര്യൻ കേരളത്തിൽ പ്രാധാന്യമുള്ള രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയാകുമ്പോഴും ജോർജ് കുര്യൻ അധികം പേരുദോഷം കേൾപ്പിക്കാതെ ഒരു ശരാശരി പെർഫോമൻസ് നടത്തിയാൽ പോലും അധികം ആക്രമണം നേരിടേണ്ടി വരില്ല. എന്നാൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ കഴിഞ്ഞകാല ജീവിതം നൽകുന്ന പ്രതീക്ഷ അതിഭയങ്കരമാണ്. സുരേഷ് ഗോപിയിൽ നിന്ന് അത്ഭുതങ്ങളിൽ കുറഞ്ഞതൊന്നും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വാക്കും അളന്നും തൂക്കിയും ഉപയോഗിച്ചില്ല എങ്കിൽ മലയാളം മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മാത്രമല്ല സ്വന്തം അനുയായികളുടെ പോലും ശരവർഷം സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നേക്കാം. കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് ഒരു ലോക്സഭാ പ്രതിനിധിയെ തന്ന തൃശ്ശൂരിന് പരമാവധി പരിഗണന നൽകുന്നുവെന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് രാഷ്ട്രീയ വിജയം നേടാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വലിയ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്നേ മതിയാകൂ. താൻ വെറും തൃശ്ശൂരിൻ്റെ മാത്രം മന്ത്രിയല്ല, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കൂടി പ്രതിനിധിയാണെന്ന് സുരേഷ് ഗോപി തന്നെ പറയുമ്പോൾ വളരെ വിശാലമായ ഒരു വികസന അജണ്ട അദ്ദേഹത്തിനുണ്ട് എന്നത് വ്യക്തമാണ്. മുൻപ് മോദി മന്ത്രിസഭയിൽ തന്നെ അൽഫോൺസ് കണ്ണന്താനം സഹമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന വകുപ്പാണ് ടൂറിസവും സാംസ്കാരികവും. മറ്റൊന്ന് പെട്രോളിയം പ്രകൃതിവാതകം. ഇത് രണ്ടും കൊണ്ട് കേരളത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയാൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ തന്നെയാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉത്സവങ്ങളും സിനിമയും. അതുകൊണ്ട് തന്നെ കാലങ്ങളായി കരിയും വേണ്ട കരിമരുന്നും വേണ്ട, ജല്ലിക്കെട്ട് തരുവാനും തുടങ്ങി പല രീതിയിൽ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ പുരോഗമനമെന്ന പേരിൽ നടക്കുന്ന പല തോന്നിയാസങ്ങളിലും ഒരു ഉറച്ച വിശ്വാസിയായ സുരേഷ് ഗോപിക്ക് അധികാരത്തോടെ തന്നെ നേരിട്ട് ശബരിമല മുതൽ തൃശ്ശൂർ പൂരം വരെ ഇടപെടാൻ കഴിയുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. അധികം പുരോഗമന കളികൾ ഇനി നടക്കില്ല, അല്ലെങ്കിൽ നടത്തില്ല എന്ന് വ്യക്തമാണ്. ലോകത്തിൽ തന്നെ ഏതൊരാളും ഒരു തവണയെങ്കിലും സന്ദർശിക്കേണ്ട പ്രദേശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ നാടാണ് കേരളം. മാത്രമല്ല കേരളത്തിൻ്റെ കഥകളിയുടെ, കളരിപ്പയറ്റിൻ്റെ, ആയുർവേദത്തിൻ്റെ ആഗോള ബ്രാൻഡ് അംബാസഡറാകാൻ താൻ തയ്യാറാണെന്നും തൻ്റെ മൂന്നാം ടൈമിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാകാൻ പോകുന്നത് ടൂറിസം മേഖലയിലായിരിക്കും, അതിൽ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കായിരിക്കുമെന്നും നരേന്ദ്രമോദി പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന വകുപ്പ് തന്നെയാണ് ടൂറിസം എന്ന് ഉറപ്പിക്കാം. ടൂറിസം വകുപ്പിൻ്റെ കീഴിലെ പ്രധാന പദ്ധതികൾ നോക്കിയാൽ ഒന്നാം മോദി സർക്കാർ തുടങ്ങിയ സ്വദേശി ദർശൻ എന്ന പദ്ധതിയുടെ ഭാഗമായി 2016 മുതൽ 2023 വരെ രാജ്യത്താകെ നടപ്പിലാക്കിയത് 76 പദ്ധതികളാണ്. അതിനായി മോദി ഗവൺമെൻറ് ചെലവഴിച്ചത് 5300 കോടി രൂപയും. ഈ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ലഭിച്ചത് 5 പദ്ധതികളാണ്. അതിൽ ആദ്യത്തേത് പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി മേഖലയിൽ 64 കോടി 8 ലക്ഷം രൂപയാണ്. അത് പൂർണ്ണമായി കേരളം ചെലവാക്കുകയും ചെയ്തു. എന്നാൽ അത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയാൻ അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിന് പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. രണ്ടാമത്തെ പദ്ധതിയായി ശബരിമല, എരുമേലി, പമ്പ, സന്നിധാനം എന്നീ മേഖലയിലേക്ക് കേന്ദ്രം നൽകിയത് 55 കോടി രൂപയാണ്. അതുകൊണ്ട് ഭക്തർക്ക് വല്ല ഗുണമുണ്ടായാലോ എന്ന് കരുതിയാകും കേരളത്തിലെ ഹിന്ദു വിരുദ്ധ സർക്കാർ അതിൽ ചെലവാക്കിയത് വെറും 21 കോടി രൂപ മാത്രമാണ്. അതായത് 34 കോടി രൂപ ശബരിമലയ്ക്ക് ചെലവാക്കാൻ കേന്ദ്രം നൽകിയത് പോലും ചെലവാക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മൂന്നാമതായി തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ആറന്മുള ക്ഷേത്രത്തിനും മറ്റുമായി കേന്ദ്രം സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം അനുവദിച്ചത് 78 കോടി 8 ലക്ഷം രൂപ. അതിൽ 70 കോടി രൂപയും ചിലവാക്കിയതായി രേഖകൾ പറയുന്നു. നാലാമതായി മലനാട് മലബാർ ക്രൂയിസം ടൂറിസത്തിന് വേണ്ടി കേന്ദ്രം നൽകിയത് 57 കോടി 35 ലക്ഷം രൂപ. അതിൽ 55 കോടി രൂപയും ചിലവാക്കി പദ്ധതി പൂർത്തിയാക്കി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം മന്ത്രിയും ഫ്ലക്സ് വെച്ച് ആഘോഷിച്ചു. നമ്പർ 1 കേരളം എന്നിട്ട് പണം തന്ന മോദിയെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയും ചെയ്യുന്നു. അഞ്ചാമതായി വർക്കല ശിവഗിരി ആശ്രമത്തിനും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ അരൂപ്പുറം ക്ഷേത്രത്തിനും കുന്നുംപുറം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുമായി കേന്ദ്രം നൽകിയത് 66 കോടി 43 ലക്ഷം രൂപയാണ്. 2018-19 കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ച ഈ പണത്തിൽ നിന്ന് കേരള സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് വെറും 8 കോടി 81 ലക്ഷം രൂപ മാത്രമാണ്. അതായത് 57 കോടി രൂപയിൽ കൂടുതൽ പണം ബാക്കിയാണ്. കേന്ദ്രം നൽകുന്ന പണം പോലും ചെലവഴിക്കുന്നത് ഏത് മതത്തിൻ്റെയാണ്, ഏത് ജാതിയുടേതാണ്, ഏത് ജില്ലയിലേതാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് കേരളത്തിൽ ടൂറിസം പദ്ധതികൾ പോലും നടപ്പിലാക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. സുരേഷ് ഗോപിയാണ് ഇന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി. അതുകൊണ്ട് തന്നെ ഇനി കുറഞ്ഞത് കേരളത്തിലേക്ക് കേന്ദ്രം നൽകുന്ന ഈ പദ്ധതികളുടെ പണവും അത് ചെലവാക്കിയോ ഇല്ലയോ എന്ന ഓഡിറ്റിങ്ങും സുരേഷ് ഗോപി തന്നെ പരിശോധിച്ച് ജനങ്ങളെ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി അവരുടെ പേജുകളിൽ എഴുതി വച്ചിട്ടുള്ള കണക്കുകൾ തന്നെയാണ്. ഞാൻ ആ പേജുകൾ തന്നെ വായിക്കാം. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 44-ാമത്തെ പേജ്. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ അമ്യൂണിറ്റി സെൻ്ററുകൾ, ടോയ്ലറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിനും ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിനും പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്വദേശി ദർശൻ ഒന്നാമത്തെ സ്കീമിൽ അനുവദിച്ച ശ്രീപത്മനാഭ, ആറന്മുള സ്പിരിച്വൽ സർക്യൂട്ട്, ശബരിമല, എരുമേലി, പമ്പ, സന്നിധാനം എന്നീ പദ്ധതികളും പ്രസാദ് സ്കീമിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനവും പൂർത്തീകരിച്ചു. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്
തത്വമസി പദ്ധതിയിൽ 43 പദ്ധതികൾക്കായി 97,36,81,847 രൂപ അനുവദിച്ചു എന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീർത്ഥാടക ടൂറിസത്തിനായി അനുവദിക്കുന്ന സ്വദേശി ദർശൻ പദ്ധതിക്ക് കേരളത്തിൽ തത്വമസി എന്ന് പേരിട്ട് 97,36,81,847 രൂപ അനുവദിച്ചു എന്നാണ് പിണറായി സർക്കാർ എഴുതി വച്ചിരിക്കുന്നത്. ഇതേ സ്വദേശി ദർശൻ പ്രോഗ്രാം 2ൻ്റെ ഭാഗമായി 2023 അവസാനം കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അവരവരുടെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച ആത്മീയ ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും പൈതൃക സാംസ്കാരിക പ്രദേശങ്ങളെക്കുറിച്ചും വൈബ്രൻറ്റ് വില്ലേജ് എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിയുന്ന ഗ്രാമങ്ങളെക്കുറിച്ചും എക്കോ ടൂറിസത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി വികസിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ചും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുക. ഓരോ സംസ്ഥാനവും നൽകുന്ന ഈ റിപ്പോർട്ടുകൾ ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു മത്സരമായിട്ടാണ് കേന്ദ്രം പരിഗണിക്കുന്നത്. ഇതിൽ രാജ്യത്താകെ ആത്മീയ ടൂറിസത്തിന് പറ്റിയ 15 സ്ഥലങ്ങളും പൈതൃക സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ 15 സ്ഥലങ്ങളും 10 വൈബ്രൻറ്റ് വില്ലേജുകളും 10 എക്കോ ടൂറിസം കേന്ദ്രങ്ങളും കേന്ദ്രം തിരഞ്ഞെടുത്ത് വികസന പദ്ധതി നടപ്പിലാക്കും. മാത്രമല്ല സംസ്ഥാനങ്ങൾ നൽകുന്ന ഈ ലിസ്റ്റിൽ നിന്ന് കേന്ദ്ര ടൂറിസം വകുപ്പ് തിരഞ്ഞെടുക്കുന്ന ഈ 50 സ്ഥലങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ് 25 കോടി രൂപ വീതം ക്യാഷ് പ്രൈസായി നൽകുകയും ചെയ്യും. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ കൂടി സഹകരണത്തോടെ ഈ 50 പ്രദേശങ്ങളെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് മോദി സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ പദ്ധതികളുടെ ഭാഗമായി കേരളത്തിന് കേന്ദ്രം നൽകിയ അല്ലെങ്കിൽ കേരളം പദ്ധതിക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്ലാനുകൾ പോലും പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ ആ പേജിൽ നിന്ന് തന്നെ വായിക്കാം. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പേജ് നമ്പർ 38 ടൂറിസം പദ്ധതികളുടെ ഭാഗമായി മുസിരിസ്, ആലപ്പുഴ, തലശ്ശേരി എന്നിങ്ങനെ 3 ടൂറിസം പൈതൃക പദ്ധതികളാണ് നിലവിലുള്ളത്. ഇവ 3ൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ്. കേരളത്തിലെ പ്രധാന അഗ്രഹാരങ്ങളിലൊന്നായ കൽപ്പാത്തിയുടെ തനത് പ്രത്യേകതകൾ, പൈതൃകം, കല, സംസ്കാരം, ജീവിത രീതികൾ മുതലായവ സംരക്ഷിക്കുന്നതിനും ഇവ പരിചയപ്പെടുവാൻ വിനോദസഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്നതിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രാഥമിക പദ്ധതി രേഖ കേരള ടൂറിസം വകുപ്പ് തയ്യാറാക്കി കേന്ദ്ര സർക്കാർ സ്കീമായ സ്വദേശി ദർശൻ 2-ൽ ഉൾപ്പെടുത്തി പരിഗണിക്കാൻ 2 ഘട്ടങ്ങളിലായി മിനിസ്ട്രി ഓഫ് ടൂറിസം മുൻപാകെ പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. തിരഞ്ഞെടുക്കുന്ന പദ്ധതികളുടെ അന്തിമ പട്ടിക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ കേരള സർക്കാർ സ്വീകരിക്കും. അതായത് സ്വദേശി ദർശൻ 2ൻ്റെ ഭാഗമായി കേരളം സമർപ്പിച്ചിരിക്കുന്ന ഈ പദ്ധതികൾ കേന്ദ്രം അംഗീകരിച്ച് പണം നൽകിയാൽ കേരളത്തിൽ ഈ പ്രോജക്റ്റുകൾ നടക്കും. ഇത് പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പേജ് നമ്പർ 39 എഴുതി വച്ചിരിക്കുന്നതാണ്. സ്വദേശി ദർശൻ 2 സ്കീമിൽ ഉൾപ്പെട്ട ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റ് എന്ന പദ്ധതിയിൽ തലശ്ശേരി സ്പിരിച്വൽ സ്കീം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. വയനാട് ജില്ലയിലെ എന്നൂർ ടൂറിസം പദ്ധതി വികസിപ്പിച്ചു. അതായത് മോദി സർക്കാരിൻ്റെ വൈബ്രൻറ്റ് വില്ലേജിൻ്റെ കേരളത്തിലിട്ട പേരാണ് എന്നൂര്. സ്വദേശി ദർശൻ 2 സ്കീമിൽ ബേപ്പൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാടിനെ മികച്ച വർക്ക് ഫ്രം ഹോളിഡേ ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതൊക്കെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കിയെന്നും നടപ്പിലാക്കാൻ പോകുന്നുവെന്നുമായി അവർ പറയുന്ന രേഖകൾ തന്നെയാണ്. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളും നടപ്പിലാക്കിയ പദ്ധതികളുമാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള മറ്റൊരു പദ്ധതിയാണ് പ്രസാദം സിറ്റി പ്രോജക്റ്റ്. പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ ചില നഗരങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ സാംസ്കാരികമായ തനിമ നിലനിർത്തി ലോകശ്രദ്ധ ആകർഷിക്കും വിധമുള്ള വികസനം നടപ്പിലാക്കുകയും ആ നഗരത്തിലെ ആളുകൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം അതിൻ്റെ ഭാഗമായി ലഭിക്കുകയും ചെയ്യും. നിലവിൽ പഞ്ചാബിലെ സിഖ് വംശജരുടെ ആരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സർ, രാജസ്ഥാനിലെ മുസ്ലിം വിശ്വാസികളുടെ ദർഗ സ്ഥിതി ചെയ്യുന്ന അജ്മീർ, ഉത്തർപ്രദേശിലെ മധുര, വാരണാസി, ബുദ്ധകേന്ദ്രമായ ഗയ, കേദാർനാഥ്, ആസാമിലെ കാമാഖ്യ, ഒഡീഷയിലെ പുരി, ആന്ധ്രാപ്രദേശിലെ അമരാവതി, തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, ക്രൈസ്തവ ആരാധനാലയമുള്ള തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി എന്നീ 11 നഗരങ്ങളാണ് നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഈ പദ്ധതിയുടെ 100% തുകയും കേന്ദ്രം നേരിട്ടാണ് ചെലവഴിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് 1 രൂപയുടെ ചിലവ് പോലും ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നില്ല. ഈ പദ്ധതിയുടെ ഭാഗമായാണ് തൃശ്ശൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് താമസ സജ്ജീകരണങ്ങൾ ഒരുക്കിയ സത്രം നിർമ്മിച്ചത്. തൃശ്ശൂർ എന്ന നഗരത്തെ പൂർണ്ണമായും ഈ പ്രസാദ് പദ്ധതിയുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% തുകയും കേന്ദ്രം ചെലവഴിക്കുന്ന ഈ പദ്ധതിയുടെ പേരിൽ ഒരു ഫ്ലെക്സ് വെക്കാൻ പോലും കഴിയാത്ത ഇടതുപക്ഷം ഹിന്ദുത്വ വികസനം എന്ന് പറഞ്ഞു വരാനുള്ള സാധ്യത കൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിലുള്ള മറ്റു മതവിഭാഗക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങൾ നടക്കുന്ന പ്രോജക്റ്റ് എടുത്തു പറഞ്ഞത്. മറ്റൊരു കാര്യം, ഇതേ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ രാജ്യത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയവുമായി ചേർന്ന് ടൂറിസം രംഗത്തെ തൊഴിൽ സാധ്യതകൾ ഉയർത്താൻ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനത്തിലുള്ള സ്റ്റൈഫൻഡും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതിൻ്റെ കണക്കുകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന CBSP പദ്ധതി പ്രകാരം രാജ്യത്താകെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിലെ ടൂറിസം കോഴ്സുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ സ്റ്റൈഫൻഡ് തുകയുടെയും ഗ്രാൻറ്റുകളുടെയും ലിസ്റ്റാണിത്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം, കോവളം, കോഴിക്കോട് മേഖലയിലുള്ള വിവിധ സെൻറ്ററുകൾക്ക് ഈ സഹായം കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണിത്.
ഇത് കൂടുതൽ വ്യാപകമാക്കാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞേക്കാം. കൂടാതെ ടൂറിസം രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ആഭ്യന്തര വിമാനത്താവളങ്ങളും ചെലവ് കുറഞ്ഞ വിമാനയാത്രയും കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുമ്പോൾ കേരളത്തിനും അത് പല രീതിയിൽ ഗുണം ചെയ്യും. നിലവിൽ ആകെ 700 വിമാനങ്ങൾ മാത്രമുള്ള ഭാരതത്തിൽ എയർ ഇന്ത്യ മാത്രം പുതുതായി ഓർഡർ ചെയ്തിരിക്കുന്നത് 1100 പുതിയ വിമാനങ്ങളാണ്. അതിൻ്റെ അർത്ഥം വരും കാലങ്ങളിൽ രാജ്യം പ്രതീക്ഷിക്കുന്ന ടൂറിസം വളർച്ച തന്നെയാണ്. 2028 ആകാശത്ത് കാണുന്ന 2 വിമാനങ്ങളിൽ ഒന്ന് ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്നോ പറന്നുയരുന്നതായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സുരേഷ് ഗോപിക്ക് നൽകിയ മറ്റൊരു വകുപ്പായ പെട്രോളിയം ഗ്യാസ് മന്ത്രാലയത്തിന് കീഴിലാണ് രാജ്യത്തെ പെട്രോളിയം ഗ്യാസ് പ്രൊഡക്ഷനും വിതരണവും നടക്കുന്നത്. എല്ലാ വകുപ്പുകൾക്കും കൃത്യമായ ടാർഗറ്റ് നൽകുന്ന മോദി രാജ്യത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷനിൽ പോലും ഓരോ മാസവും ടാർഗറ്റ് നൽകുന്നുണ്ട് എന്നത് അവരുടെ മന്ത്രാലയത്തിൻ്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കേവലം ഏജൻസികളുടെ വിതരണം മാത്രമല്ല, മോദിയുടെ സ്വപ്ന പദ്ധതിയായ വീടുകളിൽ പൈപ്പുകളിലൂടെ പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ചുമതലയും ഈ മന്ത്രാലയത്തിനാണ്. അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിക്ക് കൂടിയാണ്. രാജ്യത്താകെ നിലവിൽ 1.5 കോടി ഉപഭോക്താക്കൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പൈപ്പുകളിലൂടെ പാചകവാതകം ലഭിക്കുന്നത്. അദാനി ഉൾപ്പെടെ വിവിധ സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെ കേരളത്തിലെ വീടുകളിൽ അത് വ്യാപകമാക്കുക എന്നതും സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തമായിരിക്കും. കൂടാതെ LNG ടെർമിനലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾക്കും സുരേഷ് ഗോപിക്ക് ഇടപെടാൻ കഴിയും. മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഊർജ്ജ ഉപയോഗത്തിൽ കാണിക്കുന്ന ശ്രദ്ധയുടെ ഒരു ഉദാഹരണം മാത്രമാണ് രാജ്യത്താകെയുള്ള ഗ്യാസ് ഏജൻസികളിൽ 67,410 പ്രവർത്തിക്കുന്നത് ഇന്ന് സോളാർ സിസ്റ്റത്തിലാണ്. കൂടാതെ മോദിയുടെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ ഉജ്ജ്വല യോജനയും ഇനി സുരേഷ് ഗോപിയുടെ മന്ത്രാലയത്തിന് കീഴിലാണ്. ഇന്ന് രാജ്യത്താകെ 33 കോടിയോളം കുടുംബങ്ങളാണ് ഗ്യാസ് കണക്ഷനുകൾ ഉപയോഗിക്കുന്നത്. അതിൽ 18 കോടിയും മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യമായി നൽകിയതാണ്. അതിൻ്റെ അർത്ഥം 2014 മുമ്പ് 15 കോടി കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു ഈ രാജ്യത്ത് ഗ്യാസ് കണക്ഷനും ഗ്യാസ് അടുപ്പുകളും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെയാണ്. ഇന്ന് മോദി ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യ ഗ്യാസ് സിലിണ്ടറും അടുപ്പും സൗജന്യമായി നൽകുന്ന ഉജ്ജ്വല പദ്ധതി പ്രകാരം മോദി ഗവൺമെൻറ് നൽകിയത് 10 കോടി 60 ലക്ഷം കുടുംബങ്ങൾക്കാണ്. ആ 10 കോടി 60 ലക്ഷം കുടുംബങ്ങൾക്കും സബ്സിഡി തുകയായ 300 രൂപ അവരുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അതായത് UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്താകെ ഉണ്ടായിരുന്നത് 15 കോടി ഗ്യാസ് ഉപഭോക്താക്കൾ മാത്രമായിരുന്നു. അവർക്ക് കേന്ദ്രം സബ്സിഡി നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് ആകെയുള്ള ഗ്യാസ് കണക്ഷനുകൾ 33 കോടിയും അതിൽ 11 കോടിയോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് തന്നെയാണ്. ശരിക്കും അതല്ലേ കമ്മ്യൂണിസവും സോഷ്യലിസവും? കേരളത്തിൽ സബ്സിഡി ലഭിക്കുന്ന ഈ ഉജ്ജ്വല ഉപഭോക്താക്കളുടെ എണ്ണം 3.5 ലക്ഷത്തിൽ കൂടുതലാണ്. ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി കുറയ്ക്കാനും രാജ്യത്തെ കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി എത്തനോൾ മിക്സ് ചെയ്ത E20 എന്ന പെട്രോളിൻ്റെ ഉൽപ്പാദനവും ബയോഡീസലിൻ്റെ ഉൽപ്പാദനവും സുരേഷ് ഗോപിയുടെ ഈ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയാണ്. കുറച്ചുകൂടി സമർത്ഥമായി കേരളത്തിലെ സർക്കാരുകൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ കഴിയാത്ത റെയിൽവേ സഹമന്ത്രി സ്ഥാനം കൂടി കേരളത്തിന് നൽകാൻ മോദിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ജനങ്ങളിലേക്ക് കേന്ദ്ര പദ്ധതികൾ എത്തിക്കുന്നതിൽ കേരളത്തിന് യാതൊരു പങ്കുമില്ല എന്നുകൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അവസരമായിരുന്നു. എന്തായാലും ടൂറിസം രംഗത്ത് കേരളത്തിന് വലിയൊരു മാറ്റമാണ് സുരേഷ് ഗോപി കൊണ്ടുവരാൻ പോകുന്നത്. ദേശീയപാതാ വികസനവും അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ എയിംസും തീർച്ചയായും അതിന് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും.